അഡ്മിഷൻ കൗൺസിലർ അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലർ അല്ലെങ്കിൽ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് അങ്ങനത്തെ ജോബ്സ് ഒക്കെ നിങ്ങൾ ഇപ്പൊ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ജോബുകളുള്ള ആൾക്കാർക്ക് വേണ്ടി അവർ എന്ത് തരത്തിലുള്ള റൂളാണ് അവിടെ വരുന്നത്, അതിന്റെ ഡിമാൻഡിന്റെ റീസൺ, അതിന്റെ കാരണം, അവിടെ എന്തൊക്കെ ചെയ്യണം, അതല്ലാതെ അതിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മളിവിടെ തരുന്നത്. ഇതൊരു ബേസ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്, അഡ്വാൻസ്ഡ് അല്ല. ബട്ട് സ്റ്റിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ക്ലിയർ ആയി ഇതിന്റെ എക്സസൈസസ് എല്ലാം റൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഈ ഒരു കരിയറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് ആൻ അക്കാഡമിക് കൗൺസിലർ. എന്താണ് ഈ ഒരു ജോലി? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എഡ്ടെക് ബ്രാൻഡിൽ അക്കാഡമിക് എന്ന് പറയുമ്പോൾ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ തന്നെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്നുള്ള രീതിയിൽ കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റോളാണ് ഇത്. ടെലി സെയിൽസ് റോളാണ്. നമുക്ക് കോഴ്സിനെ പറ്റിയും ആ ഒരു സ്ഥാപനത്തിനെ പറ്റിയും ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റിയും ഒക്കെ നല്ലൊരു നോളജ് ഉണ്ടാവും. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുക്കുക, നമ്മളെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ആ കോഴ്സിലോട്ട് എൻറോൾ ചെയ്യിപ്പിക്കുക. അതാണ് നമ്മളെ റോൾ വരുന്നത്. അപ്പം സ്റ്റഡി അബ്രോഡ് ആയാലും അതല്ലാതെ ഒത്തിരി എഡ്ടെക് ബ്രാൻഡ്സ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ, K12 ആയിട്ട് സൈലം അങ്ങനത്തെ ബ്രാൻഡുകളായാലും അതല്ലാതെ PSC കോച്ചിങ് സ്ഥാപനങ്ങളായാലും ഇവിടെ എല്ലാം ഈ റോളിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒത്തിരി അക്കാഡമിക് കൗൺസിലേഴ്സും അക്കാഡമിക് കോർഡിനേറ്റേഴ്സിന്റെ ഒക്കെ ഓപ്പണിങ്സും ഉണ്ട്. അപ്പം അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും ഇത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്കോ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്യുക. നമുക്ക് അപ്പം സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് വിത്ത് നമ്മളുടെ ഈ ഒരു റോളിൽ ഒരു അഡ്മിഷൻ കൗൺസിലർ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ടാവണം. അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഈ ഒരു കരിക്കുലം കംപ്ലീറ്റ്ലി ഒരു സ്റ്റുഡന്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമുക്ക് എങ്ങനത്തെ സ്കിൽസ് ആണ് എസെൻഷ്യൽ ഉള്ളത് നല്ല രീതിയിൽ ഇത് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ കരിക്കുലത്തിന്റെ അത് നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയും കമ്മ്യൂണിക്കേഷനെ പറ്റിയും എത്തിക്കൽ കൺസിഡറേഷനെ പറ്റിയും. എത്തിക്കൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ ഓരോ മേഖലയിൽ നിന്നായിരിക്കും, ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. നമ്മൾക്ക് വരുന്ന ലീഡ്സ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന സ്റ്റുഡൻസ്, അപ്പം ഇവരൊക്കെ റൈറ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, പ്രോബ്ലംസ് മനസ്സിലാക്കി കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഇതെല്ലാം സോൾവ് ചെയ്യുക പ്രോബ്ലംസ്. പിന്നെ ടെക്നോളജികൾ ഉപയോഗിക്കുന്നത് എങ്ങനെ? ഒത്തിരി ടെക്നോളജീസ് ആസ് എൻ അഡ്മിഷൻ കൗൺസിലർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഗൂഗിൾ ഷീറ്റ്സ് ആയാലും CRM സോഫ്റ്റ്വെയർസ് ആയാലും ടെലി സോഫ്റ്റ്വെയർസ് ആയാലും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മേഖലയിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ലീഡ്സ് എല്ലാം പ്രോപ്പർലി മാനേജ് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ലൈൻസും അതുപോലെ തന്നെ നമ്മളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ആവശ്യമുള്ള ഒരു ജോബാണ്. കാരണം ഓരോ പ്രാവശ്യം ഓരോ സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ ഓരോ സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ സിനാരിയോസ് എല്ലാം നമ്മൾ റൺ ചെയ്യണം. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ ഈ ഒരു പ്രോഗ്രാംസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വരുന്നത് സ്കിൽസ് ഡെവലപ്മെന്റ്. ഞാൻ നേരത്തെ സംസാരിച്ച പോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസും നല്ലൊരു ആക്റ്റീവ് ലിസണിങ് എബിലിറ്റി. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാൻ പറ്റണം. ലിസണിങ് എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷെ ആക്റ്റീവായിട്ട് ലിസണിങ് എന്ന് പറയുമ്പോൾ അവര് പെയിൻ പോയിന്റ്സ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിട്ട് അതെല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി കൂടി ഇംപ്രൂവൈസ് ചെയ്ത് അവർക്ക് വേണ്ടി നമ്മളെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അതിന്റെ ബെനിഫിറ്റ്സ്, അവരുടെ പെയിൻ പോയിന്റ് വെച്ച് അത് അവർ ഉറപ്പായിട്ടും സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ ലീഡ്സ് സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഒത്തിരി കോംപ്ലക്സ് ആയിരിക്കും, അത് ഈസി ആയിട്ട് അവരെ വേഗം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, അതും വരുന്നുണ്ട്. അത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ അത് ഡെവലപ്പ് ചെയ്യണം. രണ്ടാമത്തത് പ്രോബ്ലം സോൾവിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി പോകുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതിൽ നമ്മളുടെ പ്രോഗ്രാംസ് റെലവെന്റ് ആണെങ്കിൽ അത് വൗച്ച് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ പറഞ്ഞ് ഈസിലി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കോഴ്സിലോട്ട് എൻറോൾ ചെയ്യിപ്പിക്കുക. അതുപോലെ വേറെ ഒന്നാണ് ടൈം മാനേജ്മെന്റ്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വരുമ്പോൾ, അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ടൈം ആസ് എ അഡ്മിഷൻ കൗൺസിലർ നമുക്ക് ടൈം ഡെഡ് ലൈൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം, പ്രിയോറിറ്റൈസ് ചെയ്യണം. എന്താണ് ഇമ്പോർട്ടന്റ്, ഒരു 2 ദിവസം 3 ദിവസം മുമ്പേ വിളിച്ച ഒരു ലീഡ് ഉണ്ടെങ്കിൽ അവർ റൈറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമ്മൾ പ്രോപ്പർലി പഠിക്കണം. ഓക്കെ.